കോട്ടയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഴ എങ്ങനെയുണ്ട് സാഹചര്യം? ഇപ്പോൾ മേഘാവൃതമാണോ അന്തരീക്ഷം, അതോ ശക്തമായി പെയ്യുകയാണോ? മീനച്ചിലാറ്റിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടിരുന്നൊരു സാഹചര്യമാണ്. നിലവിൽ എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഹരി, ഒരു അല്പം ആശ്വാസത്തിന്റെ രാത്രിയാണ് കടന്നുപോയത്. കാര്യമായ മഴ, അതിശക്തമായ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി പാലയിലൊക്കെ അപകട നിരപ്പിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് വാർണിംഗ് ലെവലിലേക്ക് ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് മീനച്ചിലാറ്റിൽ പാലയിൽ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ മൂവാറ്റുപുഴയാറുണ്ട്, അതായത് തലയോലപ്പറമ്പ് തുടങ്ങിയ മേഖലകളിലൂടെ ജില്ലയിലൂടെ ഒഴുകുന്നതാണ്. അതും അപകട നിലയിലേക്ക് ഇന്ന് രാവിലെ വെള്ളം അപകട നിലയ്ക്ക് താഴെ, അതായത് മുന്നറിയിപ്പ് നിലയിലേക്ക് മാത്രം വെള്ളം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ, കോട്ടയത്തിന്റെ ഈ വിവിധ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പേരൂർ, അതേപോലെ നീലിമംഗലം, നാഗമ്പടം, കോടിമത, തിരുവാർപ്പ്, കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അപകട നിലയിൽ തന്നെ വെള്ളം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ രാത്രിയും വെള്ളം കൂടി. ഇന്നലെ രാവിലെയും പകലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ രാത്രിയും വെള്ളം കൂടുന്ന സാഹചര്യമാണ്, മഴ ഒഴിഞ്ഞു നിന്നിട്ടും. കാരണം അത് സ്വാഭാവികമാണ്. കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയാൽ പിന്നെ ഈ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകും. കുറഞ്ഞത് പ്രധാന കേന്ദ്രങ്ങളിലെങ്കിലും റോഡുകളിലൊക്കെ തന്നെ 2-3 ദിവസമെങ്കിലും വെള്ളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. പാല ഈരാറ്റുപേട്ട റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കിടങ്ങൂരിൽ നിന്നും, അതായത് ഏറ്റുമാനൂർ പാല റോഡിലും കിടങ്ങൂർ ഭാഗത്ത് ഉള്ള വെള്ളത്തിന് ചെറുവാഹനങ്ങൾ കൂടി ഇപ്പോൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ കോട്ടയം കുമരകം റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അവിടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. വലിയ ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകും, അതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ കടക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ദുരിതമകന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും ദിവസങ്ങൾ പിടിക്കും ഈ പടിഞ്ഞാറൻ മേഖല, ഈ 2-3 പഞ്ചായത്ത്, തിരുവാർപ്പ്, ഐമനം, കുമരകം, ഒപ്പം തന്നെ ആർപ്പൂക്കര പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരും എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി താലൂക്കിലെയും താഴ്ന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വൈക്കം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇനിയും ദിവസങ്ങളോളം ഇതേ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഇനിയും മഴ ഒന്ന് മാറി നിന്നാൽ, ഇന്നും ഓറഞ്ച് അലർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായും മാറി എന്നൊന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഈ പകൽ പെയ്താലും അതൊരു ദുരിതമാണ്. പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖല, ഇടുക്കിയിൽ നിന്ന് അടക്കം ഈ വാഗമൺ പ്രദേശത്ത് നിന്നൊക്കെയാണ് ഫലത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളമുണ്ട്. അതെല്ലാം വലിയ ദുരിതം തന്നെയാണ് ഫലത്തിൽ കോട്ടയത്തിന് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉള്ളവർക്ക് ഒരല്പം ദുരിതം തന്നെയാണ്. എന്നാൽ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പുല്ലകയാറ് ആദ്യ ദിവസങ്ങളിൽ ഒരു ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലമാണ്. മുൻകാലങ്ങളിൽ വലിയ ദുരന്തം ഉണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ ആദ്യ ദിവസത്തെ വലിയ മഴ പെയ്ത് വെള്ളം ഒഴിഞ്ഞ് എന്നതിനപ്പുറത്തേക്ക് ഈ മണിമല പോലെ മണിമലയാറ് കടന്നു പോകുന്ന ചില സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതേസമയം തന്നെ ഇന്നലെ രാത്രി കാണാതായ ശരൺ എന്ന യുവാവുണ്ട്, മണർകാട് സ്വദേശിയാണ്. ശരണിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. എന്തായാലും NDRF, ഫയർഫോഴ്സ്, അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, റവന്യൂ വകുപ്പ്, അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു ശ്രമം തുടരുകയാണ്. ഇതിനൊപ്പം തന്നെ ഇതിനപ്പുറത്തേക്കോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും ഒക്കെ തന്നെ സജീവമാണ് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. ക്യാമ്പുകളും തുടരുന്നുണ്ട്. എന്തായാലും ഈ ദുരിത പെയ്ത്തൊന്ന് നിന്നത് മനസ്സിനൊരല്പം ആശ്വാസം തന്നെയാണ് കോട്ടയംകാരെ സംബന്ധിച്ച്. ഹരി, വ്യക്തമാണ് ശ്രീജിത്ത്. എന്തായാലും നമ്മളിപ്പോൾ പത്തനംതിട്ടയും പോയി, നമ്മൾ കോട്ടയത്തും പോയി. അപ്പോൾ ഈ 2 സാഹചര്യത്തിലൂടെ പോകുന്ന ഘട്ടങ്ങളിലും നമുക്ക് പറയാനുള്ളത് നിലവിൽ മഴയുടെ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ട്. അതായത് മഴ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലും കോട്ടയമായാലും, ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അത് കുറച്ച് നാളുകൾ കൂടി തുടരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മഴ നിലവിൽ പെയ്യുന്നില്ല, അതൊരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും ആ സാഹചര്യമാണ് ശശിനാരായണൻ പറഞ്ഞത്. പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമുണ്ട്, പെയ്യാതിരിക്കാം, ആ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. നമ്മളെന്തായാലും കോട്ടയം കഴിഞ്ഞു, പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.